പാലക്കാട്ടെ വിദേശ മദ്യ നിർമ്മാണ ഫാക്ടറിയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചയാകുമ്പോൾ ചേർത്തലയിൽ 7 വർഷം മുൻപ് പൂട്ടിപ്പോയ ഒരു വിദേശ മദ്യ നിർമ്മാണ കമ്പനിയുടെ ഓർമ്മയിലാണ് അവിടുത്തെ നാട്ടുകാർ. 1957-ൽ സർക്കാർ പാട്ടത്തിന് നൽകിയ സ്ഥലത്ത് ആരംഭിച്ച മാക്ഡവൽ കമ്പനി 500ഓളം പേർക്ക് പ്രത്യക്ഷ തൊഴിൽ നൽകിയിരുന്ന സ്ഥാപനം ഉൽപ്പാദന ചെലവിന്റെ പേരിലാണ് അടച്ചുപൂട്ടിയത്. സർക്കാർ സ്ഥലം തിരികെ ഏറ്റെടുത്ത് മറ്റെന്തെങ്കിലും വ്യവസായം തുടങ്ങി തൊഴിലാളികളെ സംരക്ഷിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചേർത്തലയുടെ പ്രതാപകാലത്തിന്റെ അവശേഷിപ്പാണ് മാക്ഡവൽ എന്ന ഈ ബോർഡ്. വാർനാട് മാക്ഡവൽ കമ്പനിയിലെ ജോലിക്കാരെ നാട്ടുകാർ അസൂയയോടെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രധാന മദ്യ വ്യവസായിയും വിജയമല്യയുടെ പിതാവുമായ വിത്തൽ മല്യയ്ക്ക് 1957-ൽ കേരള സർക്കാർ 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ 15 ഏക്കർ സ്ഥലത്താണ് കമ്പനി ആരംഭിച്ചത്. പ്രത്യക്ഷമായി 500 പേർക്കും പരോക്ഷമായി 350ഓളം പേർക്കും ഇവിടെ ജോലിയുണ്ടായിരുന്നു. ഘട്ടം ഘട്ടമായി തൊഴിലാളികളുടെ എണ്ണം കുറച്ചെങ്കിലും കമ്പനി പൂട്ടുമ്പോൾ 225 തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു. ചേർത്തലയിലെ യൂണിറ്റ് പൂട്ടിപ്പോയത് ഒരു തൊഴിൽ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് പൂട്ടിപ്പോയൊരു സ്ഥാപനമല്ല ഇത്. ഇവിടെ 4 യൂണിയനാണ് ഉണ്ടായിരുന്നത്. CATU, BMS, INTUC, JTUC. 4 യൂണിയനുകളും മാനേജ്മെൻറ്റും എല്ലാമായി വലിയ സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു യൂണിറ്റാണ്. ഈ യൂണിറ്റ് പൂട്ടിപ്പോയത് ഈ യൂണിറ്റ് വയബിൾ അല്ല എന്ന കാരണത്താലാണ് അവർ പൂട്ടിയത്. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ് എന്ന കാരണത്താലാണ് അവർ പൂട്ടിയത്. 1959 ഫെബ്രുവരി 9-ന് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന ഗൗരിയമ്മ തറക്കല്ലിട്ട യുണൈറ്റഡ് സ്പിരിറ്റ് എന്ന മാക്ഡവൽ കമ്പനി പിന്നീട് സംസ്ഥാനത്തെ പ്രധാന മദ്യനിർമ്മാണശാലകളിലൊന്നായി മാറി. 300ഓളം ലോറികൾ ദിനംപ്രതി ഇവിടെ എത്തിയിരുന്നു. ഹോട്ടലുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി അനുബന്ധ തൊഴിലുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെല്ലാം ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഇപ്പോൾ പേരിന് 1-2 പെട്ടിക്കടകൾ മാത്രം. ഫാക്ടറി പൂട്ടിയതോടെ യന്ത്രങ്ങളെല്ലാം കൊണ്ടുപോയി. സർക്കാർ പാട്ടത്തിന് നൽകിയ സ്ഥലം തിരിച്ചെടുത്ത് മറ്റെന്തെങ്കിലും വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാർക്ക്. ഒരിടയ്ക്ക് പരിസ്ഥിതി പ്രശ്നമുണ്ടായി. കായലിലേക്ക് ഇതിൻ്റെ വേസ്റ്റ് വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരമുണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഡിസ്റ്റിലേഷൻ ഭാഗികമായിട്ടും പിന്നീട് പൂർണ്ണമായിട്ടും നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഡിസ്റ്റിലേഷൻ നിർത്തിക്കഴിഞ്ഞപ്പോൾ ഈ മദ്യം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നമ്മൾ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ടായി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് ഇവിടെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ENA ഇവിടെ കൊണ്ടുവന്ന് മദ്യം ഉണ്ടാക്കുക എന്നുള്ളത് വലിയ പ്രയാസമായിട്ടാണ് അന്നത്തെ ഇവർ പറഞ്ഞിരുന്നത്. 1973-ൽ യുണൈറ്റഡ് സ്പിരിറ്റിന്റെ സഹോദര സ്ഥാപനമായി യുണൈറ്റഡ് ബ്രൂവറീസ് തുടങ്ങി ബിയർ ഉൽപാദനവും ആരംഭിച്ചു. പ്രതിമാസം 1.80 ലക്ഷം കേസ് വിദേശ മദ്യമാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഒരുപാട് പേർക്ക് അന്നവും ആശ്രയവുമായിരുന്ന കമ്പനി പൂട്ടിയതിനു പിന്നിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ പങ്കുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ജനം, ആലപ്പുഴ.